ബഹിരാകാശത്തെ ഏറ്റവും അപകടകരമായ ദൗത്യത്തിലേക്ക് മലയാളി ഉൾപ്പെടുന്ന 4-അംഗ സംഘം തയ്യാറാകുന്നു. കഴിഞ്ഞ 50 വർഷത്തിനിടെ ഭൂമിയിൽ നിന്ന് ഇത്രയേറെ അകലെ ഒരു സംഘം ബഹിരാകാശ ഭ്രമണം നടത്തുന്നത് ആദ്യമായി. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ പിന്തുണയോടെയാണ് പൊലാരിസ് ഡോൺ എന്ന ദൗത്യം നടപ്പാക്കുന്നത്. എന്നാൽ പണം മുടക്കുന്നത് അദ്ദേഹമല്ല. 4 പേരടങ്ങുന്ന ഈ സംഘത്തിലെ ഏറ്റവും വലിയ കൗതുകം എന്താണ് എന്ന് വെച്ചാൽ, കൂട്ടത്തിലൊരാൾ മലയാളത്തിന്റെ മരുമകളാണ്. ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും മനുഷ്യരെ എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് ഏറെ ഉപകാരപ്പെടുന്നതാകും ഈ ദൗത്യം. അതേസമയം തന്നെ ഏറെ അപകടകരവും. 2 വർഷം മുൻപ് സ്പേസ് എക്സ് പ്രഖ്യാപിച്ച ദൗത്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഭൂമിയിൽ നിന്ന് 1400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലേക്കാണ് ഇവരുടെ യാത്ര. ഒരേ സമയം ഏറെ കൗതുകകരവും ഒപ്പം അപകടകരവുമായ യാത്ര. സ്വകാര്യ കമ്പനി നടത്തുന്ന ആദ്യ ബഹിരാകാശ നടത്തത്തിന് അഥവാ സ്പേസ് വോക്കിന് വേണ്ടിയുള്ള സംഘം ഓഗസ്റ്റ് 27-ാം തീയതി, അതായത് ഇന്ന്, ഭൂമിയിൽ നിന്ന് യാത്ര തിരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കാലാവസ്ഥയും സാങ്കേതികതയും എല്ലാ കാര്യങ്ങളും തുണച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ അത് സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിരവധി പ്രത്യേകതകളുള്ള ഈ ദൗത്യം ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററുടെ ലോഞ്ച് കോംപ്ലക്സ് 39A-യിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ വിക്ഷേപണം നടത്താനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ പിന്തുണയോടെയാണ് ഈ ദൗത്യം നടപ്പിലാക്കുന്നത്. പൊലാരിസ് ഡോൺ എന്നറിയപ്പെടുന്ന ഈ ദൗത്യം ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും മനുഷ്യരെ എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് ഏറെ ഉപകാരപ്പെടും. അതേസമയം തന്നെ ഏറെ അപകടം നിറഞ്ഞതാണ്. 2 വർഷം മുൻപ് സ്പേസ് എക്സ് പ്രഖ്യാപിച്ച ദൗത്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോളോ ദൗത്യത്തിന് ശേഷം മനുഷ്യർ സഞ്ചരിക്കുന്ന ഏറ്റവും കൂടിയ ദൂരമുള്ള ദൗത്യം. നാസ പുതുതായി രൂപകൽപ്പന ചെയ്ത എക്സ്ട്രാ വെഹിക്കുലാർ ആക്ടിവിറ്റി സ്പേസ് സ്യൂട്ടുകൾ ബഹിരാകാശത്ത് പരീക്ഷിക്കുക, സ്റ്റാർലിങ്കിന്റെ ലേസർ അധിഷ്ഠിത ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണവും മറ്റ് ശാസ്ത്രീയ പരീക്ഷണങ്ങളും നടത്തുക എന്നതുൾപ്പെടെ നിരവധി സവിശേഷതകൾ നിറഞ്ഞതാണ് ഈ അഭിമാന ദൗത്യം. സ്പേസ് വാക്കാണ് ഏറ്റവും ആകർഷകമായ സവിശേഷത. ഇതിനായി ഫാൽക്കൺ 9 റോക്കറ്റിന്റെ മുഴുവൻ ഡ്രസ് റിഹേഴ്സലുകളും സ്റ്റാറ്റിക് ഫയർ ടെസ്റ്റും പൂർത്തിയാക്കിയിട്ടുണ്ട്. പൊലാരിസ് പ്രോഗ്രാമിലെ 3 ആസൂത്രിത ദൗത്യങ്ങളിൽ ആദ്യത്തേത് എന്ന നിലയിൽ മനുഷ്യ ബഹിരാകാശ യാത്രാ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും ഗ്രഹാന്തര യാത്രയ്ക്ക് വഴിയൊരുക്കുന്നതിനുമുള്ള സ്പേസ് എക്സിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഗുരുതരമായ അർബുദ രോഗം നേരിടുന്ന കുട്ടികൾക്കായുള്ള സെന്റ് ജൂഡ് ചിൽഡ്രൻ ആശുപത്രിക്ക് വേണ്ടി ഫണ്ട് ശേഖരിക്കാനും ദൗത്യം ലക്ഷ്യമിടുന്നുണ്ട്. ലോകത്തിലെ ആദ്യ സ്വകാര്യ ബഹിരാകാശ സംഘത്തെ ഭ്രമണപഥത്തിലെത്തിച്ച US ശതകോടീശ്വരൻ ജെറേഡ് ഐസക്ടാനാണ് യാത്രാ സംഘത്തിന്റെ കമാൻഡർ. ഇദ്ദേഹം ഉൾപ്പെടെ 4 സഞ്ചാരികളാണ് പൊലാരിസ് ഡോൺ ദൗത്യത്തിലുള്ളത്. US വ്യോമസേനയിൽ നിന്ന് വിരമിച്ച ലഫ്റ്റനന്റ് കേണൽ സ്കോട്ട് കിഡ് പൊറേറ്റ് ആണ് ദൗത്യത്തിലെ പൈലറ്റ്. ഇവർക്കൊപ്പം മിഷൻ സ്പെഷ്യലിസ്റ്റുകളായി സ്പേസ് എക്സ് എഞ്ചിനീയർമാരായ സാരാ ഗില്ലിസ്, അന്ന മേനോൻ എന്നിവരും ദൗത്യത്തിന്റെ ഭാഗമാവും. സ്പേസ് എഞ്ചിനീയറായ അന്ന മേനോൻ ആയിരിക്കും യാത്രയുടെ പ്രധാന ദൗത്യങ്ങൾ പലതും കൈകാര്യം ചെയ്യുന്നത്. സ്പേസ് എക്സിൽ ലീഡ് സ്പേസ് ഓപ്പറേഷൻസ് എഞ്ചിനീയറായ അന്ന മേനോൻ ഡെമോ 2, ക്രൂ 1, CRS-22, 23 തുടങ്ങിയ ബഹിരാകാശ ദൗത്യങ്ങളിൽ മിഷൻ കൺട്രോളിൽ പ്രവർത്തിച്ചു. 7 വർഷം നാസയിലും ജോലി ചെയ്തിട്ടുണ്ട്. അന്നയുടെ ഭർത്താവ് മലയാളിയായ ഡോക്ടർ അനിൽ മേനോൻ സ്പേസ് എക്സ് കമ്പനിയുടെ ആദ്യ ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിന്റെ ഫ്ലൈറ്റ് സർജൻ ആയിരുന്നു. കൺട്രോൾ പാനലിൽ ഇരുന്ന യാത്രികരുടെ ആരോഗ്യ പരിപാലനമായിരുന്നു ചുമതല. പൈലറ്റ് എന്ന നിലയിൽ 1000-ലധികം മണിക്കൂർ പറന്ന പരിചയവും അദ്ദേഹത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.